ഹായ് വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളുടെ പൗർണമി. പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും ആ ഡോഗിൻ്റെ കോട്ട് നല്ല ഷൈനി ആയിട്ടും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലുക്കിൽ വരുന്നില്ല, എപ്പോഴും ഭയങ്കര ഫ്രിസി ആയിട്ട് വല്ലാണ്ടിരിക്കുന്നു, ഒരു ഹെൽത്തി അല്ലാത്തതുപോലെ ഇരിക്കുന്നു, ഇതിനെന്ത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. എന്ത് പ്രോഡക്റ്റ് മാറ്റി യൂസ് ചെയ്യാം, എന്ത് മൾട്ടി വിറ്റമിൻ കൊടുക്കാം, ഇങ്ങനെ പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെന്ത് ചെയ്യാമെന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ഇതിന് 3 സ്റ്റെപ്സാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യത്തെന്ന് പറഞ്ഞാൽ, നമ്മളുടെ ബോഡിക്കുള്ളിൽ എന്താണ് പോകുന്നത് അതായിരിക്കും പുറത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഡോഗ്സിനും അങ്ങനെ തന്നെയാണ്. നമ്മൾ കൊടുക്കുന്ന ഫുഡ് അതാണ് അവരുടെ ഫറിൽ റിഫ്ലക്റ്റ് ആകുന്നത്. അപ്പം നമ്മൾ എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ള ഫുഡ് കൊടുക്കാനായിട്ട് നോക്കണം. ബാലൻസ്ഡ് ഡയറ്റ് പ്രൊവൈഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യും, അവരുടെ കോട്ടിനെ എഫക്റ്റ് ചെയ്യും. സോ അത് നമ്മൾ നന്നായിട്ട് നോക്കുക. കുഞ്ഞിലെ മുതൽ തന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കൊടുക്കാനായിട്ട് നോക്കുക. അതിനെക്കുറിച്ച് ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എപ്പോഴാണ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എന്തൊക്കെയാണ് കൊടുക്കാൻ പറ്റുന്നത്, കൊടുക്കാൻ പറ്റാത്തത്, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുക. ഫ്രൂട്ട്സും വെജിറ്റബിൾസും എഗ്ഗ്, ചിക്കൻ, ഫിഷ് എല്ലാം തന്നെ കൊടുക്കുക. കുറച്ചായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ന്യൂട്രിയൻസും അവരുടെ ബോഡിക്കുള്ളിൽ പോവും. ഇത് നല്ല രീതിക്ക് തന്നെ ഫറിൽ കാണാനും പറ്റും നമുക്ക്. അതല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ലുക്കായിരിക്കും അവർക്ക് ഉണ്ടാവുന്നത്. ഇപ്പോൾ ചിക്കൻ മാത്രമൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ മാത്രമേ അവർക്ക് കിട്ടുന്നുള്ളൂ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്രൂമിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഷിറ്റ്സു എന്നുള്ള ബ്രീഡിൻ്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ നല്ല മുടി വളരുന്നൊരു ബ്രീഡാണ്. അപ്പം ഡെയിലി കോംബ് ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഉടക്ക് പിടിക്കും. അത് പിന്നെ ഉടക്ക് എടുക്കാൻ പാടാണ്, അവർക്ക് വേദനിക്കും. അത് മാത്രമല്ല, ഈ ഡെയിലി ഇങ്ങനെ കോംബ് ചെയ്യുമ്പോഴത്തേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടും. അതിനനുസരിച്ച് നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടായിരിക്കും. ഇപ്പോൾ മുടി കൊഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കൊഴിയുന്നതെന്നുള്ളതിൻ്റെ കാരണം കണ്ടുപിടിക്കുക. പല കാരണങ്ങളുണ്ടാവും. സോൾട്ടൊക്കെ കൂടുതൽ ഫുഡിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ കൊഴിയും. യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് കാരണം കൊഴിയും. അപ്പോൾ അതെന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് മാറ്റുക. സോ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നല്ലൊരു ഫർ ഉണ്ടാവും അവർക്ക്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കുളിപ്പിക്കാനായിട്ടും ജനറൽ ഗ്രൂമിങ്ങിനായിട്ടും ഒക്കെ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിൻ്റെ ക്വാളിറ്റി. നല്ല ക്വാളിറ്റിയിലുള്ള പ്രോഡക്ട്സ് അല്ല യൂസ് ചെയ്യുന്നത്. അതല്ല, യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ക്വാളിറ്റി ഉണ്ട്, പക്ഷേ നിങ്ങളുടെ ഡോഗിന് അത് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഫറിനെ എഫക്റ്റ് ചെയ്യും. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ എറീന പ്ലസ് എന്ന് പറയുന്ന ഷാമ്പു ആണ്. ഇത് ഞങ്ങളുടെ ഡോഗിൻ്റെ വെറ്റ് പറഞ്ഞിട്ട് യൂസ് ചെയ്യുന്നതാണ്. അത് അവനൊരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇടയ്ക്ക് കോവിഡ് ടൈമിൽ, ഞാനിത് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ഈ ഷാമ്പു വാങ്ങാൻ പറ്റിയില്ല. ഷോപ്സ് ഒന്നും ഓപ്പൺ അല്ല. അപ്പോൾ ഞങ്ങൾക്ക് അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു ഡോഗ് ഷാമ്പു കിട്ടി. പേര് നാളൊന്നുമില്ല. അത് വാങ്ങിയിട്ട് യൂസ് ചെയ്തു, ഒരു ഗ്രീൻ കളർ ഷാമ്പു. അപ്പോൾ അത് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ ഒരു 2 യൂസ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല രീതിക്ക് ഡിഫറൻസ് അറിയാൻ പറ്റി. അതായത് മൊത്തം മുടിയും പോയി, ഭയങ്കര ഫ്രിസിയായി, എല്ലാം കൂടി ഇങ്ങനെ എണീറ്റ് നിൽക്കാനായിട്ട് തുടങ്ങി. ഇങ്ങനെ നല്ല വേവി ആയിട്ടുള്ളൊരു ഹെയറാണ് മുത്തുമണിയുടേത്. അപ്പോൾ അതൊക്കെ അങ്ങ് പോയി, അതിൻ്റെ ക്വാളിറ്റിയൊക്കെ പോയി, ചൊറിച്ചിൽ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, എവിടെ നിന്നെങ്കിലും ആ ഷാമ്പു, നമ്മൾ യൂസ് ചെയ്തിരുന്ന ഷാമ്പു കണ്ടുപിടിച്ച് വാങ്ങാം, അല്ലാണ്ട് ഇത് ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറേ തപ്പിപ്പിടിച്ചൊക്കെ എക്സ്ട്രാ ഷാമ്പു ബോട്ടിൽസ് വാങ്ങി വെച്ചു. ചില ഷാമ്പൂസ് നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും, പക്ഷേ എല്ലാവർക്കും എല്ലാം സെറ്റ് ആവില്ലല്ലോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഡോഗിന് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ അത് മാറ്റി ഉപയോഗിക്കാം. ഇനി മുടിയുടെ ഭംഗിക്ക് വേണ്ടിയിട്ടും നല്ല ഹെൽത്തി ആയിട്ട് വരാനായിട്ട് ചിലർ മൾട്ടി വിറ്റമിൻ ടാബ്ലറ്റ്സ് കൊടുക്കാറുണ്ട്. കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അത് നിങ്ങളുടെ ഡോഗിന് ആവശ്യമുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് വേണം കൊടുക്കാൻ. നിങ്ങളുടെ ഫുഡിൽ തന്നെ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ മൾട്ടി വിറ്റമിൻ എക്സ്ട്രാ ആണ്. അത് ചിലപ്പോൾ നിങ്ങളുടെ ഡോഗിന് പ്രശ്നം ഉണ്ടാക്കും. എല്ലാ മെഡിസിൻസും ടാബ്ലറ്റ്സ് ആണെങ്കിലും എന്താണെങ്കിലും ചിലപ്പോൾ ആ ഡോഗിന് അത്, അവരുടെ ബോഡിക്ക് അത് ഓക്കെ അല്ലാണ്ടായി പോയാൽ പിന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് എപ്പോഴും എന്ത് കൊടുക്കാനാണെങ്കിലും ഒരു ഡോക്ടറോട് ചോദിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അല്ലാണ്ട് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. സോ മൾട്ടി വിറ്റമിൻ ടാബ്ലറ്റ്സും അൺവാണ്ടഡ് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ ഫറിൻ്റെ ക്വാളിറ്റിയെ എഫക്റ്റ് ചെയ്യും. സോ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.